കോൺഗ്രസ് നേതാവും എം.പിയുമായ ശശി തരൂർ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. കോൺഗ്രസ്സുകാരനായിരിക്കെ തന്നെ സംഘപരിവാറിനോട് പ്രതിപത്തി പുലർത്തുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തു നിന്ന് വരുന്നു. അതേസമയം അടിയന്തരാവസ്ഥ അടക്കമുള്ള കോൺഗ്രസ് ഭരണകാലത്തെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്തെ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ശശി തരൂരിൻ്റെ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. കോൺഗ്രസ് ഏത് കാര്യത്തെയാണോ മറച്ചുവെക്കാൻ ശ്രമിച്ചത് ആ കാര്യത്തെ പുറത്തേക്ക് കൊണ്ടുവരികയും ആ കാലഘട്ടത്തിൻ്റെ നിഷ്ഠൂരമായ അനീതികളെക്കുറിച്ച് ലേഖനം എഴുതുകയും ചെയ്തു ശശി തരൂർ. ഒരു ഭാഗത്ത് അത് നിലനിൽക്കെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും പറ്റിയ ആൾ താൻ തന്നെയാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്വകാര്യ സംഘടന നടത്തിയ സർവേ ഫലം സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ശശി തരൂർ. അതിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുണ്ടായി. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ പ്രതികരിക്കുകയുണ്ടായി. ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ശശി തരൂരിനെതിരായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും വേണ്ട എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നിലപാട് വന്നിട്ടുള്ളത് എങ്കിൽ തന്നെയും കോൺഗ്രസ് നേതാവ് KC ജോസഫ് ശശി തരൂരിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. പൊന്നു കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞാൽ വെട്ടിക്കളയുകയേ നിവൃത്തിയുള്ളൂ എന്ന ചൊല്ല് ഓർമ്മ വരുന്നു എന്നാണ് KC ജോസഫ് സാമൂഹ്യ മാധ്യമമായ Xൽ കുറിച്ചിരിക്കുന്നത്.